ഞാൻ ഒരിക്കലും അധർമ്മം ചെയ്യില്ല. അതാ ഈ മാപ്സ്റ്റിക് മീഡിയയിലൂടെ തന്നെ ഞാൻ പറയുന്നു, ഞാൻ ഒരിക്കലും അധർമ്മം ചെയ്യില്ല, ഒരിക്കലും ചതിക്കില്ല, ഒരിക്കലും വഞ്ചിക്കില്ല, ഒരിക്കലും ദ്രോഹിക്കില്ല, ആരുടെയും പണം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കില്ല, ഞാൻ ആർക്കും ഒരു ദോഷം ഉണ്ടാകുന്ന ചെയ്യില്ല, നല്ലത് മാത്രം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്. അപ്പോൾ എന്നെയൊക്കെ ഇങ്ങനെ മോശപ്പെട്ടത് പറഞ്ഞ് മോശക്കാരാക്കുമ്പോൾ ആരും വിശ്വസിക്കത്തില്ല. എന്നാലും എന്നെ സ്നേഹിക്കുന്നവർ പലരും എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, അയ്യോ രജിത്തേട്ടാ, സാറേ ഇങ്ങനെ കേട്ടല്ലോ, അങ്ങനെ വല്ലതും ഉണ്ടോ? അതെന്ന് പറയുന്നത് എന്തായിരുന്നു? ആ ടോക്കിൻ്റെ 1.5 മണിക്കൂർ നീളുന്ന സംസാരത്തിൻ്റെ ഏറ്റവും അവസാനം ചാനൽ അവതാരകനോട് ഞാൻ പറയുന്നൊരു ബെറ്റാണ്, നമുക്ക് രണ്ടുപേർക്കും മത്സരിച്ച് നോക്കാം, എൻ്റെ ഒരു രോമം പോലും അനങ്ങാത്ത രീതിയിൽ. അപ്പോൾ അത് ഏതൊരു പുരുഷനും പറ്റും. പുരുഷനാണ് ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കേണ്ടത്. പെൺകുട്ടിയെ സംബന്ധിച്ച് അവർക്ക് നിയന്ത്രിക്കാൻ അറിയാം. അവർക്ക് ഡബിൾ എക്സ് ക്രോമസോം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നിയന്ത്രണ കഴിവും സഹനശക്തിയും വളരെ കൂടുതലാണ്. പക്ഷേ ആൺകുട്ടികൾക്ക്, പുരുഷന്മാർക്കാണ് നിയന്ത്രണം കുറവ്. ആ പുരുഷന്മാർക്ക് നിയന്ത്രണം കുറച്ച് കൂട്ടാൻ വേണ്ടിയാണ് ജ്ഞാനവും ധ്യാനവും യോഗയും മെഡിറ്റേഷനും എല്ലാം വെച്ചേക്കുന്നത്. പെൺകുട്ടികളും അത് പഠിക്കുന്നത് വളരെ നല്ലതാണ്. എപ്പോഴും അടക്കവും ഒതുക്കവും എന്ന് പറയുന്നത് നമ്മുടെ ശാരീരിക അച്ചടക്കം. പട്ടാളത്തിൽ പോയാൽ എന്താ വേണ്ടത്? അച്ചടക്കമല്ലേ. പോലീസിൽ പോയാൽ എന്താണ്? അച്ചടക്കമല്ലേ വേണ്ടത്. അപ്പോൾ ഇതെല്ലാം വേണം. പക്ഷേ നമ്മളെന്ത് ചെയ്യുക? കുറച്ച് പേര് സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്ന് ആരെങ്കിലും നല്ലത് വല്ലതും പറഞ്ഞാൽ അതിനെ വലിച്ചു കീറി നശിപ്പിച്ച് മോശപ്പെട്ട പ്രവർത്തനങ്ങളും സംസാരങ്ങളും കാഴ്ചവെച്ച് അവരിങ്ങനെ എന്താ പറയുക, ഇസഡ് ജനറേഷൻ, ഇനിയൊരു തലമുറ ഇല്ലാത്ത രീതിയിൽ അടുത്ത തലമുറയെ നശിപ്പിച്ച് സൃഷ്ടിക്കുന്ന രീതിയിൽ ചിന്തകളെ മോശമാക്കി, പ്രവൃത്തികളെ മോശമാക്കി ഇങ്ങനെ പോകുന്നു. ഞാനൊരു കലാകാരനാണ്, 56 സർട്ടിഫിക്കറ്റുള്ള നല്ല നടനാണ്, കോളേജിൽ പഠിച്ചപ്പോൾ എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പിന്നെ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ എനിക്ക് മുഖ്യധാരയിൽ എത്താൻ പറ്റാത്തതുകൊണ്ട് സിനിമയുടെ പുറകെ 10 വർഷം പണ്ട് നടന്നില്ല. ഇപ്പോഴാണ് എൻ്റെ സമയം വന്നത്. എന്നെ സഹായിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും, അവസരങ്ങളുണ്ടാവും, എൻ്റെ പുതിയ പടങ്ങൾ വരുന്നു. പക്ഷേ ഞാൻ പടങ്ങൾ ചെയ്യുന്നതും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കിട്ടുന്നത് മാക്സിമവും സമൂഹത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയാണ്. മാക്സിമവും എൻ്റെ ജീവിത സാഹചര്യത്തിന് വേണ്ടിയുള്ളത് മാറ്റിയിട്ട് മാക്സിമം. അങ്ങനെയുള്ള നിങ്ങൾ എനിക്ക് അവാർഡും അംഗീകാരമൊന്നും തന്നില്ലെങ്കിലും ഞാൻ ഒരു മലയാളി ആയിപ്പോയതുകൊണ്ടാണോ ഇത്രയും പീഡിപ്പിക്കുന്നതെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അലക്കുന്നതിനൊന്നും ഒരു ദാക്ഷിണ്യമില്ല. അതാ ബിഗ് ബോസ് ഷോ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് എത്രയോ 100 കണക്കിന് ചാനലുകൾക്കാണ് ഞാൻ ഫ്രീ ഇൻ്റർവ്യൂ കൊടുത്തത്. ഇന്ന് വരെ നിങ്ങൾ ഉൾപ്പെടെ ഒരിടത്തുനിന്ന് ഞാൻ 1 രൂപ നയ പൈസ വാങ്ങിച്ചിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട് പലരും ഒരുപാട് പൈസ വാങ്ങുന്നു, ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഫ്രീ ഞാൻ കൊടുത്ത ചാനലുകൾ പോലും ഈ പറയുന്ന എന്നെ അപഹസിക്കുന്ന കളിയാക്കുന്നതിലിട്ടപ്പം നിങ്ങൾക്ക് വേദനയുള്ളൊരു കാര്യം കേൾക്കണോ? ഞാൻ കാലടി ശ്രീശങ്കര കോളേജിലാണ് പഠിപ്പിക്കുന്നത്. അവിടെ അധ്യാപകരുടെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, ഒഫീഷ്യലും ഉണ്ട്, അൺഒഫീഷ്യലും ഉണ്ട്. ആ ഒഫീഷ്യലിൽ നിന്ന് ഞാനൊക്കെ VRS എടുത്ത് ഇറങ്ങിയപ്പോൾ അതിൽ നിന്ന് മാറി. അൺഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഉൾപ്പെടെ കല്യാണം, കലാപരിപാടി, ഓട്ടം അല്ലെങ്കിൽ ടൂർ ഇതൊക്കെ ഇടുന്നതാണ്. അതിൽ ഈ വന്ന വീഡിയോ തമ്പനെയിൽ കൊണ്ട് മാത്രം, ആ വീഡിയോ പോലും തുറന്നു നോക്കാതെ ഞാൻ അങ്ങനെ എല്ലായിടത്തിലും ഷെയർ ചെയ്യും. ആദ്യം നിന്ന് ആ ഗ്രൂപ്പിൽ നിന്ന് എന്നെ ഡിലീറ്റ് ചെയ്തു. അതിനകത്ത് അഡ്മിൻ, സാറിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ആ എൻ്റെ കോളേജിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് വേണേൽ അന്വേഷിച്ച് നോക്കാം. ആ ഗ്രൂപ്പിൽ നിന്ന് ഈ തമ്പനയിൽ അശ്ലീല മോശപ്പെട്ടൊരു വാക്കെന്ന് കണ്ടുകൊണ്ട് എന്നെ അതിൽ നിന്ന് അവർ ഡിലീറ്റ് ചെയ്തു. എനിക്ക് നല്ല വേദനയുണ്ടായി. ആലോചിച്ച് നോക്കി, എന്ത് തെറ്റ് ഞാൻ ചെയ്തിട്ടാണ്? നാളെ കാലം തെളിയിക്കും. ഇപ്പം വിവേകാനന്ദ സ്വാമിക്ക് ചിക്കാഗോയിൽ പ്രസംഗിക്കാൻ പോയോ ചീമുട്ടയിൽ എറി കിട്ടി, പക്ഷെ കാലം തെളിയിച്ചില്ലേ? പ്രവാചകന്മാരെയൊക്കെ നമ്മൾ പീഡിപ്പിച്ചിട്ടുള്ള, ഞാൻ ആ ഗണത്തിലൊന്നും വരില്ല. ഞാനൊരു പാവം മനുഷ്യനാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് വട്ടപൂജ്യത്തിൽ നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത് ആരെയും ദ്രോഹിക്കാതെ ആരെയും ശല്യപ്പെടുത്താതെ ഞാൻ വളർന്ന് കയറി വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. അത്രയേ ഉള്ളൂ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായി ചെയ്യണം. അതിനെൻ്റെ പണമില്ല, എനിക്ക് ജീവിക്കാനുള്ള കുറച്ചുണ്ട്. അതെടുത്ത് ഞാൻ ചെയ്താൽ പിന്നെ ഞാനെന്ത് ചെയ്യും? ഞാൻ പിന്നെ വീഡിയോ ഇടാൻ നടക്കണ്ടേ? പക്ഷേ എനിക്ക് കിട്ടിയ എക്സ്ട്രാ മണികളിലും കിട്ടുന്നതിലും നല്ലൊരു വീതം മാക്സിമം സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും വീഡിയോ ഇടാറില്ല, അതൊന്നും ഇൻ്റർവ്യൂ എടുക്കാറില്ല. പക്ഷേ യൂസഫ് അലി സാറിനെ പോലെയുള്ളവർ എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ, എനിക്ക് സമ്മാനമായി തരുന്നത് ഞാൻ മറ്റാർക്കെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ഞാൻ വീഡിയോ ഇടും. കാരണം അത് അദ്ദേഹത്തിന് എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. അല്ലാതെ ഒരാളിൽ നിന്നും ഞാൻ 5 പൈസ വാങ്ങിക്കാറില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന എന്നെ രക്ഷിക്കണോ, വളർത്തണോ, അതോ തളർത്തണോ എന്ന് നിങ്ങൾ ആലോചിക്കൂ. അതാണ് വേണ്ടത്. അല്ലാതെ ഈ ഫേക്ക് വീഡിയോകൾ കണ്ടിട്ട്, ചെറിയ ക്ലിപ്പുകൾ കണ്ടിട്ട് ഫേസ്ബുക്കിൽ എന്നെ മോശക്കാരനാക്കുന്ന അത് കണ്ടിട്ട് ആരും വിശ്വസിക്കരുത്. അതൊക്കെയെന്ന് പറയുന്നത് അധാർമികമായി പണം ഉണ്ടാക്കുന്ന കുറേ പേരാണ്. മഹാഭാരതത്തിൽ പറയുന്ന പോലെ ധർമ്മ അർത്ഥ കാമം, ധാർമ്മികമായി നമ്മൾ ഉണ്ടാക്കുന്ന പണം മാത്രമേ നമ്മുടെ ജീവിത വിജയത്തിന് ഉപയോഗിച്ചാൽ ഗുണപരമാവൂ. അല്ലാതെ കള്ളവും ചതിയും വെച്ച് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കോളൂ. അങ്ങനെ ഉണ്ടാക്കിയവർ പലരും അവരുടെ കുടുംബങ്ങളിലോ അല്ലെങ്കിൽ അവരിലോ അവരുടെ മക്കളിലോ അല്ലെങ്കിൽ തലമുറയിലോ ഒക്കെ പല അസ്വസ്ഥതകളും നഷ്ടങ്ങളും ഉണ്ടായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് പ്ലീസ്
ഞാൻ ഒന്ന് നന്നായി ജീവിച്ചിരുന്നാൽ ഒരുപാട് പേർക്ക് സഹായങ്ങളുണ്ടാകും. എന്നെ തളർത്തി തകർക്കാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒരുപാട് പേർക്ക് കിട്ടുന്ന സഹായങ്ങളെ നിങ്ങളായിട്ടില്ലാതാക്കുകയാണ്. ഞാൻ ആരെയും ദ്രോഹിക്കാറില്ല, വഞ്ചിക്കാറില്ല, ചതിക്കാറില്ല. നെഞ്ചി കൈവച്ച് ഞാൻ പറയാം.